ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. സർക്കാർ പിരിച്ചുവിടാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2 ദിവസത്തിനകം രാജിവെക്കുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം. ജനവിധിയോടെ തിരിച്ചുവരാനാണ് ആഗ്രഹിക്കുന്നത്. BJP അധികാരത്തിൽ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ये लोग पूछते हैं कि केजरीवाल जब जेल में था इसने इस्तीफा क्यों नहीं दिया? जेल में से सीएम के पद से इस्तीफा क्यों नहीं दिया? मैंने इस्तीफा इसलिए नहीं दिया क्योंकि मैं देश के जनतंत्र को बचाना चाहता था। इन्हें जो इतने फॉर्मूले बना रखे हैं, MLA तोड़ दो, पार्टियां तोड़ दो, MLA खरीद लो, डरा दो, अब एक फॉर्मूला और इन्होंने नया बनाया है। जहां जहां ये चुनाव हारे वहां वहां के मुख्यमंत्री पे फर्जी केस करके उसको गिरफ्तार कर लो और उसकी सरकार गिरा दो। लेकिन मेरे लिए जो मायने रखता है वो है मैंने अपनी जिंदगी में ईमानदारी कमाई है। अगर आपको लगता है केजरीवाल ईमानदार है, जम के वोट दे देना मेरे पक्ष में। चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा। फरवरी में चुनाव है। आज इस मंच से मैं मांग करता हूं कि ये चुनाव नवंबर में कराए जाएं, महाराष्ट्र के साथ कराए जाएं, तुरंत कराए जाएं चुनाव। और जब तक आपका फैसला नहीं आएगा तब तक मैं जिम्मेदारी नहीं संभालूंगा। और मैं जब तक चुनाव नहीं होते, मैंने जैसे बताया 2 दिन के बाद मैं अपना इस्तीफा दूंगा। जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा। अगले 2-3 दिन के अंदर विधायक दल की मीटिंग होगी और विधायक दल की मीटिंग में अगले मुख्यमंत्री के नाम का तय किया जाएगा। मैं मनीष जी से बात कर रहा था। जो पीड़ा मेरे मन में है वो पीड़ा मनीष जी के मन में भी है। इनके लिए भी वही सब कहा गया जो मेरे लिए कहा गया है। मनीष जी का भी कहना है कि ये दिल्ली के उप मुख्यमंत्री और शिक्षा मंत्री और मंत्री का पद तभी संभालेंगे जब दिल्ली की जनता कहेगी कि मनीष सिसोदिया ईमानदार है। तो मैं और मनीष सिसोदिया हम दोनों का फैसला आपके हाथ में है, जनता के हाथ में है। हम दोनों जनता की अदालत में जा रहे हैं। गली गली जाएंगे, जनता के बीच में जाएंगे और उनसे पूछेंगे। अगर जनता कहेगी ईमानदार है तो हम आके इसकी कुर्सी पे बैठेंगे। 2020 में आया था मैं। 2020 में मैंने कहा था, मैंने अगर काम किया हो तो मेरे को वोट देना और काम नहीं किया हो तो वोट मत देना। कहा था कि नहीं कहा था? आज मैं आपके बीच में आया हूं। मैं कह रहा हूं अगर मैं ईमानदार हूं तो वोट देना, अगर मैं बेईमान हूं तो वोट मत देना, बिल्कुल मत देना। സുവി വിശ്വനാഥൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സുവി, സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുകയാണ് AAP സർക്കാർ. നിർണായകമായ ഈ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയം അതെന്താണ്? കേന്ദ്ര സർക്കാരും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുമ്പോൾ ഒരു നിർണായക പ്രഖ്യാപനമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു നിർണായകമായ പ്രഖ്യാപനമാണ്. ജനങ്ങൾ തന്റെ വിധി എഴുതട്ടെ, താൻ സത്യസന്ധനാണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ പുറത്തുവരട്ടെ എന്ന ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയോടൊപ്പം തന്നെ ഈ ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം, നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ സ്വാഭാവികമായും AAP സർക്കാർ അധികാരത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം തന്നെ വേട്ടയാടിയ BJP സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും. താൻ സത്യസന്ധനാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താൻ മുന്നോട്ട് വരുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തണം, തന്റെ സത്യസന്ധത ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ജനങ്ങളുടെ ജനവിധിയിലൂടെ തന്നെ താൻ അധികാരത്തിൽ തിരിച്ചു വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നത്. ഡൽഹി മദ്യനയ കേസിലാണ് ജാമ്യം അനുവദിച്ചത്. എങ്കിലും വലിയ തോതിലുള്ള ഉപാധികളായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മേൽ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറാൻ പാടില്ല, ഫയലുകൾ മാത്രമേ ഒപ്പിടാൻ പാടുകയുള്ളൂ, ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയുടെ ആവശ്യമൊന്നുമില്ല എന്നും അതിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഭരണനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർണായക നീക്കത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷം ആദ്യം, അതായത് ഫെബ്രുവരിയിലാണ്
ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അത് ഒരല്പം കൂടെ മുന്നോട്ട് മാറ്റിവെച്ചുകൊണ്ടാണ് തന്റെ ഈ ഒരു തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ED കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും അന്ന് 22 മാസം മുമ്പുള്ള ഒരു CBI കേസിൽ, മദ്യനയവുമായി ബന്ധപ്പെട്ട CBI കേസിലാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് ED കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. കഴിഞ്ഞ, അതായത് മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് നിരവധി തവണ ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും ജാമ്യാപേക്ഷകൾ നൽകിയെങ്കിലും ആ സമയത്തൊന്നും തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയുണ്ടായില്ല. പിന്നീട് ED കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ CBI കേസിൽ, മദ്യനയവുമായി ബന്ധപ്പെട്ട CBI കേസിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയുണ്ടാവുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വീണ്ടും ജയിലിൽ തന്നെ, തിഹാർ ജയിലിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു മാസം മാത്രമാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ, ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ AAPയെ പിളർത്താനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ്, ആര് ഭരണം നിർവഹിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം അരവിന്ദ് കെജ്രിവാളിനെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാജി 2 ദിവസത്തിനകം രാജിവെക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക, അത് നവംബറിൽ തന്നെ ആ തെരഞ്ഞെടുപ്പ് നേരിടുക, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നേരിടുക. ആ ഒരു സമയത്ത് വിജയം തങ്ങൾക്ക് സുനിശ്ചിതമാകും എന്നൊരു വിശ്വാസമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരെ ഭരണനിർവഹണം അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ആലോചിക്കുന്നത്? പുതിയ മുഖ്യമന്ത്രിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് കൂടി ചില സൂചനകൾ വരുന്നുണ്ടല്ലോ. താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മറ്റാരെങ്കിലും, ആ ഒരു താൽക്കാലിക സമയത്തേക്ക് മറ്റാരെങ്കിലുമോ, അതില്ലെങ്കിൽ ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയായി ഇദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ അദ്ദേഹത്തിന് തുടരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം കർശനമായ ഉപാധികളാണ് സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറാൻ പാടില്ല. അങ്ങനെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറാതെ എങ്ങനെയാണ് ഭരണനിർവഹണം എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും പദവി കൈമാറണം, അതോടൊപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നൊരാശയവുമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാർ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മുന്നോട്ട് വരികയാണ് ഇപ്പോൾ AAP സർക്കാർ. ഡൽഹിയിലെ 2 ദിവസത്തിനകം രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കം.